ഇറാൻ്റെ മറ്റൊരു മുഖം എന്നുള്ള നിലയിൽ നമ്മൾ ഇടുന്ന രണ്ടാമത്തെ വീഡിയോ ആണിത്. കുറച്ച് സീരീസ് ഓഫ് വീഡിയോസ് നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ വീഡിയോ ഇറാൻ 01 ഒരു വീഡിയോ കിടപ്പുണ്ട് നമ്മുടെ ചാനലിൽ തന്നെ. ഇനിയിപ്പോൾ അത് കാണണം എന്നുള്ള ആൾക്കാർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. ഇറാൻ സാധാരണ പുറത്ത് കാണിക്കാത്ത വേറൊരു വശം ഇറാൻ്റെ, അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉടനീളം നോക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഗ്ലോബലി മറിയുന്നത്, ഇറാൻ എങ്ങനെയാണ് ഈ സാങ്ഷനുകൾക്കിടയിൽ സർവൈവ് ചെയ്ത് വരുന്നതിനുള്ള ഒരു ഫുൾ ഡീറ്റെയിൽസ് ആണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഇറാന് സാങ്ഷൻ ഏർപ്പെടുത്തുന്നതിന് മുമ്പ് ഇറാൻ്റെ ഓയിൽ എക്കണോമി ഏതാണ്ട് 15 to 20% ആയിരുന്നു. അതാണ് ഇറാൻ്റെ ഓയിൽ എക്കണോമി. നമ്മൾ വിചാരിക്കുന്ന കണക്ക് ഇറാൻ എൻറ്റയർ എക്കണോമി ഓയിലിൽ നിന്നാണോ എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അവരുടെ 20% മാത്രമാണ് ഇറാൻ്റെ എൻറ്റയർ GDP-യിൽ 20% മാത്രമാണ് ഓയിലിൻ്റെ എക്കണോമി ഷെയർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ സൗദി അറേബ്യ 1/3 സൗദി അറേബ്യയുടെ ഓയിൽ കൊണ്ടുള്ള എക്കോണമി ആണെന്നുണ്ടെങ്കിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അത് 4/1 മാത്രമാണ്. അപ്പോൾ ആ രീതിയിലാണ് ഇറാൻ പണ്ട് തൊട്ടേ ഡിപ്പെൻഡൻസി ഓയിലിൽ നിന്ന് കുറച്ചാണ് വെച്ചിരുന്നത്. അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, ഭാഗികമായിട്ടുള്ള പല തവണയിലുള്ള സാങ്ഷൻസ് തന്നെയാണ്. അതായത് 1979 ശേഷം ഖൊമൈനി, പിന്നെ അത് കഴിഞ്ഞ ഖമനേയി ഈ ഒരു റൂളിംഗ് കഠിനമായ ഇസ്ലാമിക് റവല്യൂഷണറി ഭരണത്തിന് കീഴിൽ പോയതിനു ശേഷം തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള മിഡിൽ ഈസ്റ്റിലുള്ള കോമ്പറ്റീഷൻ കാരണം സൗദി അറേബ്യയുടെ ഡോമിനൻസ് കൊണ്ടും അറാംകോ എന്ന് പറഞ്ഞ കമ്പനിയൊക്കെ അമേരിക്ക ഈ സൗദി ചേർന്നുള്ള പാർട്ട്ണർഷിപ്പ് കമ്പനീസാണ്. അങ്ങനത്തെ വൻകിട കമ്പനികൾ ഇറാനെ കാലാകാലങ്ങളിൽ തഴഞ്ഞു വെക്കാൻ തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ്റെ ഓയിൽ എക്കണോമി കുറച്ച് ഡൗൺ ആയിട്ട് തന്നെ നിന്നത്. ഇപ്പോൾ ഉള്ള ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാറി വരുന്ന ലോക ചിന്താഗതി, അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ഗ്ലോബൽ ഫോറംസ്, മൾട്ടിപ്പിൾ ഗ്ലോബൽ ഫോറംസിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രഷർ, കാർബൺ എമിഷന് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്ലോബൽ വാർമിംഗ് കുറയ്ക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു വൺ എർത്ത് ഒരു പോളിസിയാണ് ഇപ്പോൾ ഗ്ലോബലി തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതുകൊണ്ട് പല രാജ്യങ്ങൾ മുൻകരുതലുകൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നിരന്തരം എല്ലാ ഗ്ലോബൽ ഫോറംസിലും അവതരിപ്പിക്കപ്പെടുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതിലേക്കുള്ള സഞ്ചാരത്തിനിടയിലാണ് എല്ലാ രാജ്യങ്ങളും, പ്രധാനമായിട്ടും ഓയിൽ വിൽക്കുന്ന എല്ലാ രാജ്യങ്ങളും തന്നെ തീരുമാനിച്ചത് ഓയിലിൻ്റെ ഡിപ്പെൻഡൻസി കുറയ്ക്കണം. കാരണം ഫ്യൂച്ചറിൽ സസ്റ്റൈനബിൾ എനർജി, ഗ്രീൻ എനർജി, അങ്ങനെയൊക്കെ ഒരുപാട് പിന്നെ ഫോസിൽ ഫ്യൂവലിനെ റീപ്ലേസ് ചെയ്യുന്ന രീതിയിലുള്ള തോട്ട് പ്രോസസ്സുകൾ കൊണ്ടുവരികയും അതിലേക്ക് ചിന്ത ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യാനുള്ള സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വിഷൻ 2030, വിഷൻ 2040, വിഷൻ 2050 എന്നൊക്കെ ഒരു ചാർട്ട് ഇട്ട് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് സൗദി അറേബ്യയിലെ നിയോം പ്രോജക്റ്റ് എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് വരെ അവർ സ്റ്റാർട്ട് ചെയ്തത്. പ്രത്യേകിച്ചും ഈ MBS മുഹമ്മദ് ബിൻ സൽമാൻ വന്നതിന് ശേഷം നല്ല രീതിയിലുള്ള ചേഞ്ചസ് നോൺ ഓയിൽ മേഖലയിലുള്ള വ്യാപാരം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ 2024 സെക്കൻഡ് ക്വാർട്ടറിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സൗദി അറേബ്യയിൽ ഈ ഓയിൽ ഡിപ്പെൻഡൻസി എക്കണോമി കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നതിൻ്റെ ഇടയിൽ 3% ഇവരുടെ ടോട്ടൽ എക്കണോമി കുറയുകയാണ് ചെയ്തത്, താഴോട്ട് പോവുകയാണ് ചെയ്തത്. പക്ഷേ അതേസമയം നോൺ ഓയിൽ എക്കണോമി റേഞ്ചിൽ ചെറിയ ഉയർച്ച, ഒരു 4% ഹൈപ്പ് വന്നിട്ടുണ്ട്. പക്ഷേ അത് ഇൻഡിപെൻഡൻ്റ്ലി നോക്കുമ്പോൾ മാത്രമാണ്. പക്ഷേ ഓവറോൾ എക്കണോമി ഈ ഒരു ഓയിൽ അവോയ്ഡ് ചെയ്തുള്ള ഒരു എക്കണോമി നോക്കുന്നത് കൊണ്ട് തന്നെ അത് കുറച്ച് താഴ്ന്നു പോകുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് കൂടാതെ ഈ ഒരു കാർബണിൻ്റെ ഒരു എമിഷൻ, ഗ്ലോബൽ വാർമിംഗ്, ഇതിനെ ഒന്നും മൈൻഡ് ചെയ്യാത്ത വേറൊരു സമൂഹമുണ്ട് ലോകത്ത്. അവർ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുകയും കൂടുതൽ ഫോസിൽ ഫ്യൂവൽ കുഴിച്ചെടുക്കാനുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുകയും ഫോസിൽ ഫ്യൂവലിനെ റീപ്ലേസ് ചെയ്യത്തക്ക രീതിയിലുള്ള വേറൊരു പ്രോഡക്റ്റ് തൽക്കാലം ലോകത്തിൽ അവൈലബിൾ അല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമുണ്ട്. അതൊക്കെ നല്ല വൻകിട ബിസിനസ് കമ്പനികളാണ് അതൊക്കെ ചിന്തിക്കുന്നത്. അവർ തീർച്ചയായിട്ടും ഈ ഫോസിൽ ഫ്യൂവൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഡൊണാൾഡ് ട്രംപ് ഒക്കെ ഈ ഫോസിൽ ഫ്യൂവലിനെ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടത്തിലുള്ള ആൾക്കാരാണ്. ഒരു ഓയിൽ ഡിപ്പെൻഡൻസി ഇല്ലാത്തൊരു എക്കണോമി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ചിന്തിക്കുന്ന രാജ്യങ്ങൾക്ക് അതൊരു കൺഫ്യൂസ്ഡ് മൈൻഡായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യ ഇപ്പം ഏറ്റവും കൂടുതൽ റിഫൈൻഡ് ഓയിൽ, അതായത് ഈ പെട്രോൾ, അതേപോലെ റിഫൈൻഡ് ഓയിൽ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന ഒരു ലിസ്റ്റിൽ സൗദി അറേബ്യയ്ക്ക് തൊട്ട് താഴെ വന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇതെങ്ങനെ സാധിച്ചു? അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണ്? ഇറാൻ നേരിട്ട സാങ്ഷനിൽ ഇറാന് സംഭവിച്ചെന്ന് പറഞ്ഞാൽ, ആദ്യമേ നമ്മൾ പറഞ്ഞു, ഏതാണ്ട് 20% മാത്രമാണ് ഇറാൻ്റെ GDP-യിൽ ഈ ഒരു ഓയിലിൻ്റെ എക്കണോമിക് കോൺട്രിബ്യൂഷൻ. ഡൊണാൾഡ് ട്രംപിൻ്റെ ഭരണത്തിൻ്റെ കീഴിലാണ് ഇറാൻ ഏറ്റവും കൂടുതൽ സാങ്ഷൻ നേരിട്ടത്. അത് ഏതാണ്ട് 40% സാങ്ഷൻസ് ഈ കഴിഞ്ഞ ഡൊണാൾഡ് ട്രംപ് റൂൾ ചെയ്തിരുന്ന ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ കീഴിൽ ഇറാൻ ഒരു സാങ്ഷൻ വന്നപ്പോഴാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പുറകിൽ നിന്ന് ചരട് വലിച്ചത് മിഡിൽ ഈസ്റ്റിലുള്ള ഒരു കൺട്രി തന്നെയാണ്. അതായത് കഴിഞ്ഞ എത്രയോ കാലഘട്ടങ്ങൾ ഇറാൻ്റെ മേളിൽ സാങ്ഷൻ ഉണ്ടായിരുന്നെങ്കിലും ഡൊണാൾഡ് ട്രംപ് വന്നതിന് ശേഷമാണ് 40% ഈ സാങ്ഷൻ കൂടുതലായിട്ട് പ്രഷറിൽ അപ്ലൈ ചെയ്യപ്പെട്ടത്. ഇതിനെയാണ് ഹൈ പ്രഷർ അപ്ലൈ ചെയ്യുമെന്നുള്ള രീതിയിൽ ഡൊണാൾഡ് ട്രംപ് വീണ്ടും ഇത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രഷറിനെ ഇറാൻ പേടിക്കുന്നുണ്ടെന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ടാണ് ഇറാൻ യൂറോപ്യൻ യൂണിയനിൽ ഫ്രാൻസ് ത്രൂ, സ്പെയിൻ ത്രൂ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു കൺട്രീസ്, അതായത് ഈ ഒരു ഇസ്രായേൽ ഗാസ വാറിൽ കുറേ കൺട്രീസ്, ഇതിലൊക്കെ ഡിഫറെൻറ്റ് ഒപ്പീനിയൻ ഇസ്രായേലിനോടുള്ള കൺട്രീസ് ഉണ്ട്, അവരെയൊക്കെ ഒന്ന് ഒത്തുചേർത്തുകൊണ്ട് എങ്ങനെയെങ്കിലും ന്യൂക്ലിയർ ഡീൽ ഒന്ന് സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള കഠിനമായ ശ്രമത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുഷ് ചെയ്ത് UN റെപ്രസെൻറ്റേറ്റീവ് ഇന്നലെ ഇറാൻ സന്ദർശിച്ചതും അവിടെ 2
ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് ഫാക്ടറീസ് അവർ വിസിറ്റ് ചെയ്തു. 2 മാത്രമേ വിസിറ്റ് ചെയ്തുള്ളൂ. അവരുടെ അണ്ടർഗ്രൗണ്ടിലൊക്കെ വേറെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതൊന്നും അവർ വിസിറ്റ് ചെയ്തിട്ടില്ല. ജസ്റ്റ് 2 ഫാക്ടറീസ് മാത്രമാണ്, ലബോറട്ടറീസ് മാത്രമാണ് അവർ വിസിറ്റ് ചെയ്തത്. എന്നിട്ട് അവർ ഒരു ക്ലീൻ ഷീറ്റ് കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. അത് ഇതിനെ എതിർത്തുകൊണ്ട് പല രാജ്യങ്ങളും ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ന്യൂക്ലിയർ ഡീൽ ഇറാനുമായിട്ട് അമേരിക്ക സൈൻ ചെയ്യുന്നുവെങ്കിൽ ഏറ്റവും കൂടുതൽ ഇൻഡയറക്ട്ലി എതിർപ്പുമായിട്ട് വരാൻ പോകുന്ന ഒറ്റൊരു രാജ്യം സൗദി അറേബ്യയാണ്. അത് ഏറ്റവും കൂടുതൽ സൗദി അറേബ്യയാണ് വെട്ടിലാക്കാൻ പോകുന്നത്. അപ്പോഴത്തേക്കും ഈ ഒരു OIC കൺട്രീസിലിട്ട് ഒപ്പൊക്കെ ഇവർ കീറിക്കളയേണ്ട ഒരു അവസ്ഥ സംജാതമാകും എന്നുള്ളതാണ് വസ്തുത. വീണ്ടും ഡൊണാൾഡ് ട്രംപ് ജനുവരിയിൽ അഡ്മിനിസ്ട്രേഷനിൽ വന്ന് കയറുമ്പോഴത്തേക്കും ഇറാൻ നല്ല രീതിയിൽ വിയർക്കുന്നുണ്ടെന്നുള്ളതാണ്. ഡൊണാൾഡ് ട്രംപ് ജനുവരിയിൽ വൈറ്റ് ഹൗസിൽ അഡ്മിനിസ്ട്രേഷനിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ന്യൂക്ലിയർ ഡീലുമായിട്ട് ഒരു അമിക്കബിൾ സൊല്യൂഷനിൽ എത്താനുള്ള ശ്രമത്തിലാണ് ഇറാൻ. എന്തുമാത്രം സക്സസ് ആവും, അത് എന്തുമാത്രം വിജയകരമായി പൂർത്തീകരിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. പക്ഷേ യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ഇതിനു വേണ്ടി കഠിനമായ പരിശ്രമത്തിലാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇറാന്റെ ഉദ്ദേശം വളരെ ക്ലിയർ ആണ്. ഇത് നമുക്ക് ഇന്നത്തെ IAEA എന്ന് പറഞ്ഞ ഒരു സംഘടന, അതായത് ആറ്റോമിക് എനർജി വെരിഫൈ ചെയ്യുന്ന ആ ഒരു സംഘടനയുടെ റിപ്പോർട്ടിൽ തന്നെ നമുക്ക് വ്യക്തമാണ്. അവർ വിസിറ്റ് ചെയ്ത് 1 ഡേയിൽ തന്നെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. അത്ര ക്വിക്കായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇതിന്റെ അർത്ഥം വളരെ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ നമുക്ക് പറയാൻ പറ്റും ഇറാനെ സപ്പോർട്ട് ചെയ്യാൻ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ലോബി കളിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇത് സൗദി അറേബ്യയ്ക്കും മറ്റുള്ള മിഡിൽ ഈസ്റ്റിൽ ഓയിൽ സപ്ലൈ ചെയ്യുന്ന അമേരിക്കൻ ലോബിയിലുള്ള കൺട്രീസിനും ഒരു ഭീഷണി തന്നെയാണ്. അമേരിക്കയുടെ സാങ്ഷൻസ് എങ്ങനെയാണ് ഇറാനെ പഠിപ്പിച്ചത്? ഇറാൻ ഓയിൽ ഇതര എക്കണോമിയിൽ ബൂസ്റ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി സ്വന്തം നേടിയെടുത്തു എന്നുള്ളതാണ്. അപ്പൊ അതിൽ അവർ ഓയിൽ ഇതര എക്കണോമി അവർ ക്രിയേറ്റ് ചെയ്യും. എന്നാൽ ഓയിൽ അവർ എങ്ങനെ ഗ്ലോബൽ മാർക്കറ്റിൽ ബ്ലാക്കിൽ വിൽക്കാം എന്നുള്ളതിലും നല്ല എഫിഷ്യൻസി നേടി. അവരെങ്ങനെയാണ് ഓയിൽ വിൽക്കുന്നത് പറഞ്ഞാൽ അവർ ഈ ഷിപ്പ് കടന്നു പോകുന്ന സമയത്ത് ഇവർ ഇല്ലീഗൽ ഓയിൽ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്ന ഷിപ്പുകളുടെ ട്രാൻസ്പോണ്ടേഴ്സ് ഇവർ ഓഫ് ചെയ്യും. ഈ ട്രാൻസ്പോണ്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സാറ്റലൈറ്റുമായിട്ട് ഷിപ്പിന്റെ റിയൽ ടൈം ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ആ ടെക്നോളജി അവർ ഓഫ് ചെയ്തിട്ടാണ് ഈ ഒരു ഷിപ്പ് അവർ റൂട്ട് ചെയ്യുന്നത്. അങ്ങനെ റൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവർ മിഡിലിൽ വെച്ചിട്ട്, അതായത് ഓഷന്റെ നടുക്കടലിൽ വെച്ചിട്ട് ഇവർ ഷിപ്പ് എക്സ്ചേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്. എന്നിട്ട് ഫ്ലാഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി മാനിപ്പുലേറ്റ് ചെയ്താണ് ഇവർ പല രാജ്യങ്ങൾക്കും ഈ ഓയിൽ സപ്ലൈ ചെയ്യുന്നത്. ഇത് എങ്ങനെയാണ് ഈ രഹസ്യം പുറത്തു വന്നെന്ന് പറഞ്ഞാൽ, ഇതേപോലത്തെ രഹസ്യമായിട്ടുള്ള ഡീല് ഒരു വട്ടം സൗത്ത് കൊറിയയുമായിട്ട് ഇവർ നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നടത്തിയ സമയത്ത് സൗത്ത് കൊറിയയുമായിട്ടുള്ള ചെറിയൊരു തർക്കത്തിനിടയിൽ ഈ ഒരു ഷിപ്പിന്റെ എക്സ്ചേഞ്ച് നടുക്കടലിൽ വെച്ച് തടസ്സപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെ ഇവർ ഒരു സുപ്രഭാതത്തിൽ സൗത്ത് കൊറിയയുടെ ഒരു ഷിപ്പ് ഇവർ സീസ് ചെയ്തു ഇറാൻ. അങ്ങനെ സീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഹൂതി എന്ന് പറഞ്ഞ ഈ ഒരു സംഘടന, യമന്റെ ആ ഒരു ഭാഗത്ത് കിടക്കുന്ന ആ ഒരു ഹൂതീസ്, ഇവരാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ഷിപ്പുകളെ പ്രൊട്ടക്ട് ചെയ്യാനും ഇവരെ ഗാർഡ് ചെയ്യാനും, അതായത് ഇറാന്റെ ഇല്ലീഗൽ ആയിട്ടുള്ള ഓയിൽ ട്രാൻസ്പോർട്ടേഷനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഈ ഹൂതീസ് ആണ്. അവരാണ് ഈ ഒരു ഷിപ്പിനെ സീസ് ചെയ്ത് വെച്ചിരുന്നത്. അത് അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെടുകയും പിന്നെ ഈ ഓയിലിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒക്കെ പുറത്തു വരികയും ഇത് ട്രാൻസ്പോണ്ടേഴ്സ് ഒക്കെ ഓഫ് ചെയ്തുകൊണ്ട് പോയ ഒരു ഇല്ലീഗൽ ഷിപ്മെന്റ് ആണെന്ന് മനസ്സിലാക്കുകയും ഇത് ലോകം തിരിച്ചറിയുന്ന ഏർപ്പാടാണ് വന്നത്. അങ്ങനെയാണ് ഇറാൻ ഇല്ലീഗലി ഓയിൽ ട്രേഡ് ചെയ്യുന്നുള്ള കാര്യം മറ്റുള്ളവരൊക്കെ ഇത്രയും നാൾ രഹസ്യമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നെങ്കിലും അത് പരസ്യമായി മറ്റുള്ളവർ അറിയേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് ഇങ്ങനെയാണ്. അപ്പൊ ഇത് കൂടാതെ പൈസ കൊടുക്കാത്ത നാടുകൾക്ക് വരെ, അതായത് കൃത്യമായ പേയ്മെന്റുകൾ കൊടുക്കാത്ത നാടുകൾക്ക് വരെ ഇറാൻ ഓയിൽ സപ്ലൈ ചെയ്യുന്നുണ്ട്. ആ ഓയിൽ സപ്ലൈ ചെയ്യുന്നത് അവർ പറയുന്നത് നിങ്ങൾ സ്റ്റോറേജ് ചെയ്ത് വെച്ചോ എന്നുള്ളതാണ്. പല രാജ്യങ്ങളിലും ഇറാനിന് ഓയിൽ സ്റ്റോറേജ് യൂണിറ്റുകളുണ്ട്. അതൊന്നും പൈസ കൊടുത്തിട്ടല്ല, അത് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ഈസി ആയിട്ട് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ പല രാജ്യങ്ങളിലും സ്റ്റോറേജ് ചെയ്ത് വെക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മേജർ രാജ്യമാണ് ചൈന. ചൈന ഇന്ന് ധാരാളം ഓയിൽ റഷ്യയിലോട്ട് പോകുന്നുണ്ടെന്നാണ്. ഇന്ത്യ മേടിക്കുന്ന ഓയിൽ ഇപ്പം എവിടെ നിന്നാണ് മനസ്സിലായോ? റഷ്യയുടെ മാത്രം ഓയിലല്ല, റഷ്യയുടെയും ഓയിലാണ് പ്ലസ് ഇറാന്റെയും ഓയിലാണ്. ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ ട്രംപിന്റെ ഭരണകൂടം ഇറാന്റെ മേളിൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയതിനു ശേഷം ഇന്ത്യ താരതമ്യേന ഇറാന്റെ അടുത്ത് നിന്ന് മേടിക്കുന്ന ഓയിലിന്റെ അളവ് കുറയ്ക്കുകയാണ് ചെയ്തത്. എന്നിട്ട് റഷ്യയുടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ഓയിൽ മേടിക്കുന്നത്. പക്ഷേ ഇൻഡയറക്ട്ലി ഇറാന്റെയും കൂടെ ഓയിലാണ് ഇന്ത്യ മേടിക്കുന്നത്. എന്നിട്ടാണ് ഇന്ത്യ ഈ ഒരു റിഫൈൻഡ് ഓയിൽ മേഖലയിൽ ഇത്രയും വേഗം മുന്നോട്ട് കയറി വരാൻ പറ്റിയത്. അപ്പൊ ഇതിനെ വിശ്വസിച്ചുകൊണ്ടാണ്, ഇങ്ങനത്തെ സ്ട്രോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും കണക്ഷൻസും വെച്ചുകൊണ്ടാണ് റിലയൻസ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ അവരുടെ റിഫൈനറി ഫാക്ടറി വലിയ തോതിൽ എസ്റ്റാബ്ലിഷ്മെന്റ് വികസന പ്രവർത്തനം നടത്തി പുതുക്കിപ്പണിത് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു എക്കണോമിക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൽ മുന്നോട്ട് പോകുന്നത്. സാമ്പത്തിക ഉപരോധം എന്ന് പറഞ്ഞാൽ അത് ആ രാജ്യത്തിനെ മാത്രമല്ല ബാധിക്കുന്നത്, അത് ഷിപ്പിംഗ് കമ്പനിയെ ബാധിക്കും, ഷിപ്പിംഗ് കമ്പനിയുടെ മുകളിലുള്ള ഇൻഷുറൻസ് കമ്പനിയെ ബാധിക്കും, അതിലോട്ട് ജോലി ചെയ്യുന്ന തൊഴിലാളികളെ ബാധിക്കും, ഇതിന്റെ പൈപ്പ് ലൈൻ കമ്പനീസിനെ ബാധിക്കും, അതിന്റെ ടെക്നീഷ്യൻസിനെ ബാധിക്കും, ഒരുപാട് ജോലി സാധ്യതകളൊക്കെ ഇത് ബാധിക്കും. അതുകൂടാതെ ഈ ഒരു രാജ്യത്തിനെ മാത്രം ആശ്രയിച്ച് ഓയിൽ പർച്ചേസ് ചെയ്യുന്ന രാജ്യങ്ങളെയും കൂടി ഇത് ബാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിലുള്ള സാങ്ഷൻസ് ഏർപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏതൊരു രാജ്യത്തിനും മുന്നോട്ട് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്തുകൊണ്ടാണ് ഇറാൻ അമേരിക്കയോട് ഇത്രയും അഗ്രസീവായിട്ട് പെരുമാറുന്നത്? സാമ്പത്തിക ഉപരോധം ഇറാന്റെ മേളിൽ വരുന്നതിന് മുമ്പേ ഇന്ത്യ ഏതാണ്ട് 5 ലക്ഷം ബാരൽ പെർ ഡേ മേടിച്ചുകൊണ്ടിരുന്നു ഇറാന്റെ കയ്യിൽ നിന്ന്. അമേരിക്കയുടെ ഉപരോധം വന്നതിന് ശേഷം അത് 3 ലക്ഷം ബാരലായിട്ട് കുറയ്ക്കുകയാണ് ചെയ്തത്. ഇപ്പോഴും അത് തീരെ കുറഞ്ഞ ലെവലിൽ തന്നെയാണ് ഇന്ത്യ ഇറാന്റെ അടുത്ത് നിന്ന് ഡയറക്റ്റ് മേടിക്കുന്നത്.
പക്ഷേ ഏറ്റവും കൂടുതൽ അത് റഷ്യ ത്രൂ ആണ് മേടിക്കുന്നത്. പക്ഷേ ഇല്ലീഗലായിട്ട് ഇറാൻ ഏതാണ്ട് 1 മില്യൺ ബാരൽ പെർ ഡേ വിൽക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. ഇത് ശരിക്കും പറഞ്ഞാൽ സൗദി അറേബ്യയെക്കാളും കൂടുതൽ ഓയിൽ വിൽക്കുന്നത് ഇറാൻ ആണെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ബ്ലാക്ക് മാർക്കറ്റ് ബൂസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കി കൊടുത്തത് അമേരിക്കയാണെന്ന് തന്നെ പറയേണ്ടി വരും. അമേരിക്കയുടെ സാങ്ഷൻ കൊണ്ടാണ് ഇറാൻ ഇങ്ങനെ ഒരു നിലയിലേക്ക് തള്ളപ്പെട്ടത്. 2014 ഏതാണ്ട് ഇറാന്റെ ഓയിൽ ട്രേഡ് $41 ബില്യൺ വർത്തായിരുന്നു. 2017 53 ബില്യൺ ആയിരുന്നു ആ ഒരു വ്യാപാരം. $53 ബില്യൺ. ഇത് സാമ്പത്തിക ഉപരോധം വരുന്നതിന് തൊട്ട് മുമ്പ്. സാമ്പത്തിക ഉപരോധം വന്നതിന് ശേഷം 2019 ഏതാണ്ട് $8 ബില്യൺ 2020 ഏതാണ്ട് $9 ബില്യൺ ടോട്ടലായിട്ട് കിട്ടിയ ഒരു വരുമാനം ഈ ഓയിൽ മേഖലയിൽ. പിന്നെ റഷ്യയുടെയും ഇറാന്റെയും ഓയിൽ ചേർന്ന് ഇന്ത്യയിലേക്ക് വരുന്നു. ഇന്ത്യയിൽ നിന്നാണ് യൂറോപ്പിലോട്ട് പോകുന്നത്. ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയോട് ചെറിയൊരു വിദ്വേഷം സൗദിക്കുണ്ട്. കാരണം സൗദിയുടെ അടുത്തിരുന്ന് നമ്മൾ ഓയിൽ മേടിക്കുന്നത് നമ്മൾ കാറ്റഗറി കുറച്ച് താഴ്ന്നു പോയിട്ടുണ്ട്. കാരണം നമ്മൾ ഇതിനു മുമ്പ് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഓയിൽ പർച്ചേസ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ റഷ്യ ഉക്രൈൻ വാർ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം റഷ്യയെ സഹായിക്കുന്നതിന്റെ പേരിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഓയിൽ റഷ്യ എടുത്ത് മേടിക്കുന്നത് കൊണ്ട് സൗദി അറേബ്യയ്ക്ക് കുറച്ച് മനസ്താപം ഇന്ത്യയോട് ഉണ്ടെന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഇടയ്ക്ക് പിന്നെ പാകിസ്ഥാനിലൊക്കെ പോയിട്ട് സ്ഥലം മേടിക്കുന്നവർക്ക് കുറച്ച് ഫണ്ടൊക്കെ കൊടുക്കുകയും അങ്ങനത്തെ ആയിട്ടുള്ള കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാക്കി, ഒരു ഡിപ്ലോമസിയിൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാക്കിയത്. ഇതിൽ ആകെ കൂടെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ ന്യൂക്ലിയർ ഡീലിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു ശ്രമം ട്രംപ് ഭരണകൂടം വന്നിട്ട് പോസിറ്റീവായിട്ടാണ് ഇതിനെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഈ സൗദി അറേബ്യയ്ക്കും ഈ മറ്റുള്ള ഒരു ഓയിൽ ട്രേഡ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ സൗദി അറേബ്യയാണ് ഇതിനകത്ത് അഫക്ട് ചെയ്യാൻ പോകുന്നത്. സോ സൗദി തിരിച്ച് ഇറാനിട്ട് പണിയാനുള്ള എല്ലാ മാർഗങ്ങളും ഉരുത്തിരിഞ്ഞു വരും എന്നുള്ളതാണ് ഈ ഒരു ന്യൂക്ലിയർ ഡീൽ ഓക്കെ ആയി കഴിഞ്ഞാൽ. അപ്പൊ ഇറാൻ പോകുന്ന റൂട്ട് ശരിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം ശരിയാണ്. ഒരു ബാലൻസിങ് സിറ്റുവേഷൻസ് അഥവാ ഒരു ബാലൻസിങ് ഡിപ്ലോമസി ക്രിയേറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇത് USA നല്ല രീതിയിൽ മുതലെടുക്കും. പ്രത്യേകിച്ചും ഒരു ബിസിനസ് മാൻ ആയിട്ടുള്ള ട്രംപ് ഇതിനെ കൃത്യമായിട്ട് കണ്ട് പ്ലേസ് ചെയ്യുന്നതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇറാനെ കുറിച്ചുള്ള രസകരമായ വിഷയവുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ വരാം. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.